പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും JCNDSD ഭാഗത്തു നിന്നും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ JCNDSD ഫേസ്ബുക്ക് പേജിലും തുടർന്ന് യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്യുന്ന ഇന്ന് ലൈവായി പോകുന്ന ഈ വീഡിയോയിലേക്ക് ഞങ്ങളുടെ മാന്യ പ്രേക്ഷകരായ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഈ രാത്രിയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രസംഗ വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഇങ്ങനൊരു വിഷയം സംസാരിക്കുവാൻ ഉണ്ടായ സാഹചര്യം നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഞങ്ങൾ തൃത്വസഭയിലെ ഒരു ബൈബിൾ അധ്യാപകനും ബൈബിൾ പണ്ഡിതനും എബ്രായ ഗ്രീക്ക് ഭാഷകളിൽ പാണ്ഡിത്യമുണ്ടെന്ന് ഞങ്ങളോട് അവകാശപ്പെട്ട ഒരു വ്യക്തിയുമായി കഴിഞ്ഞ ബുധനാഴ്ച, അതായത് ഈ മാസം 8-ാം തീയതി, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം അല്ലെങ്കിൽ ക്രിസ്തീയ സ്നാനം എന്ന വിഷയത്തെ ആധാരമാക്കിക്കൊണ്ട് നടന്ന ഒരു ചർച്ചയിൽ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവിടെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിശകലനത്തിന് വേണ്ടിയാണ് ഇന്ന് രാത്രി ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പെന്തക്കോസ്ത് സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 2 കർത്താവിന്റെ ദാസന്മാർ എറണാകുളത്ത് നിന്ന് ഉള്ള ഒരു സഭയുടെ മുഖ്യ അധ്യാപകനും ബൈബിൾ കോളേജ് അധ്യാപകനും ഒരു പാസ്റ്ററും അങ്ങനെ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന ായിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും പാസ്റ്റർ ജോയ് കെ ജോസഫും ബ്രദർ വിൽസൺ ബെഞ്ചമിനും ചേർന്ന് നടത്തിയ ഒരു സംവാദത്തിന്റെ ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളാണ് ഇന്ന് രാത്രിയിൽ ഞാൻ സംഭാഷണ വിഷയമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ പ്രസംഗത്തിന്റെ ടൈറ്റിൽ ഇതാണ്: ദൈവവചനവും വ്യാഖ്യാന ശാസ്ത്രവും. അപ്പോ അന്നത്തെ ചർച്ചയിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് സഭകൾ വരെയുള്ള ബൈബിൾ വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നതും അല്ലാത്തതുമായ എല്ലാ സഭകൾക്കും ബൈബിളിന് ഒരു വ്യാഖ്യാന ശാസ്ത്രം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ദുഃഖകരമായ ഒരു വസ്തുതയാണ് അന്നത്തെ സംവാദത്തിന്റെ ഒടുവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വസ്തുത. എന്താണ് ദൈവവചനത്തിന്റെ ഒരു ശാസ്ത്രീയമായ വ്യാഖ്യാനം? അല്ലെങ്കിൽ ചില സഭകളെങ്കിലും പഠിപ്പിക്കുന്ന തിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ, ക്രിസ്റ്റോളജി എന്നിങ്ങനെ പല പേരുകളിലായി ദൈവവചനത്തെ ഓരോരോ സഭകൾ വ്യാഖ്യാനിക്കാൻ വേണ്ടി പലവിധമായ രീതികൾ അവലംബിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം യേശുക്രിസ്തുവിന്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഞങ്ങളുടെ ഈ കൂട്ടായ്മ ദൈവവചനത്തെ സമീപിക്കുന്നത് മാനുഷികമായ യാതെങ്കിലും വ്യാഖ്യാനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടല്ല, മറിച്ച് ദൈവവചനം സ്പഷ്ടവും വ്യക്തവുമായി എഴുതി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതും ലോകത്തിൽ ആകമാനമുള്ള ഭാഷകളിൽ വളരെ ലളിതമായി ആർക്കും വായിച്ച് ബോധ്യപ്പെടാൻ കഴിയുന്ന രീതിയിൽ അതത് വ്യക്തികളുടെ മാതൃഭാഷയിൽ പോലും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതും വളരെ വ്യക്തവും സ്പഷ്ടവുമായി നിറവേറ്റപ്പെട്ടിട്ടുള്ളതും ആദിമ സഭ തുടങ്ങി അപ്പോസ്തല പിതാക്കന്മാർ ആചരിച്ചു വന്നിരുന്നതും ആർക്കും ഒറ്റ വായനയിൽ മനസ്സിലാക്കാൻ കഴിയുന്നതുമായിരിക്കുന്ന ദൈവിക സത്യങ്ങൾക്ക് വ്യാഖ്യാന ശാസ്ത്രത്തിന്റെയും ക്രിസ്റ്റോളജിയുടെയും തിയോളജിയുടെയും മറ പിടിച്ചുകൊണ്ട് അതിനെ മറവിൽ നിർത്തി ജനത്തെ വഞ്ചിക്കുന്ന ആളുകളുടെ കാപട്യം തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ മീറ്റിംഗിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി വേദപുസ്തകത്തിൽ നിന്നും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 3-ന്റെ
2 തിമോത്തി 3:16 ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ബൈബിൾ പറയുന്നു എല്ലാ തിരുവെഴുത്തുകളും ദൈവശാസ്ത്രീയമാണ് എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ എന്തുകൊണ്ട് ദൈവത്തിന്റെ ശ്വാസത്താൽ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഓൾ സ്ക്രിപ്ചർ ഈസ് ഗിവൺ ബൈ ഇൻസ്പിറേഷൻ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ തിരുവെഴുത്തുകളും നൽകപ്പെട്ടത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയാലാണ് അല്ലെങ്കിൽ പ്രചോദനത്താലാണെന്ന് വേദപുസ്തകം സ്പഷ്ടമായി അവകാശപ്പെടുന്നു. ആൻഡ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ ഡോക്ട്രിൻ, ഫോർ റിപ്രൂഫ്, ഫോർ കറക്ഷൻ, ഫോർ ഇൻസ്ട്രക്ഷൻ ഇൻ റൈച്ചസ്നെസ്. അപ്പം അത് ഉപദേശ സംബന്ധമായി പ്രോഫിറ്റബിൾ ആണ്, അത് തെറ്റിദ്ധരുത്തുന്നതാണ്, അത് പരിഹരിക്കുന്നതാണ്, അത് നീതിയിൽ ഉള്ള അഭ്യാസത്തിന് ഉപകരിക്കുന്നതാണ്. ഇതാണ് ദൈവത്തിന്റെ വചനത്തെ സംബന്ധിച്ച് 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന സത്യവേദ പുസ്തകത്തിനെ കുറിച്ച് മൊത്തത്തിൽ ഇതിനെ ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇതിന് മൊത്തത്തിൽ ഒരു അവതാരിക എഴുതുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു എല്ലാ തിരുവെഴുത്തുകളും ദൈവശാസ്ത്രീയമാണ്, അല്ലെങ്കിൽ എവ്രി സ്ക്രിപ്ചർ ഈസ് ഇൻസ്പിറേഷണൽ ബൈ ഗോഡ്. അപ്പൊ എല്ലാ തിരുവെഴുത്തുകളും ദൈവശാസ്ത്രീയമാണ് എന്ന് പറയുമ്പോൾ ഇതേ പുസ്തകം ഈ 66 വചനങ്ങൾ 66 അധ്യായങ്ങൾ അടങ്ങുന്ന പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ചേർക്കപ്പെട്ടിട്ടുള്ള സത്യവേദ പുസ്തകം, അത് ഇംഗ്ലീഷിലാകട്ടെ മലയാളത്തിലാകട്ടെ ഏതെങ്കിലും ഒരു ഭാഷയിലെ പുസ്തകമായിക്കൊള്ളട്ടെ, ഈ പുസ്തകത്തെ സംബന്ധിച്ച് വേദപുസ്തകം പറയുന്നു ഇതിലെ എല്ലാ തിരുവെഴുത്തുകളും ദൈവശാസ്ത്രീയമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എല്ലാ തിരുവെഴുത്തുകളും ദൈവശാസ്ത്രീയമാണെങ്കിൽ ആ തിരുവെഴുത്തുകളെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് അതിൽ ചിലതിന് വേറൊരു വ്യാഖ്യാന ശാസ്ത്രം ആവശ്യമുണ്ടെന്ന് അവകാശപ്പെടുന്നതിനെ യുക്തി എന്താണ് എന്നുള്ളതാണ് ഇന്ന് രാത്രി നമ്മൾ പഠന വിഷയമാക്കാനായിട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഒരു കാര്യം, അന്നത്തെ ചർച്ചയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ തിരുവെഴുത്തുകളും ദൈവശാസ്ത്രീയം എന്ന് പറയുന്ന പുസ്തകത്തെ ഇഴനാര് കീറി പരിശോധിച്ച് അതിലെ വ്യക്തവും സ്പഷ്ടമായ കാര്യങ്ങൾ പെന്തക്കോസ്തുകാരോട് പറയുമ്പോൾ അവർ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്, അതിൽ പലതിനും മാനുഷിക വ്യാഖ്യാനങ്ങൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മനുഷ്യ വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരതിനെ പിന്തുടരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വ്യാഖ്യാന രീതി എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു വാക്ക് ഒരു പ്രവചനം നടത്തി കഴിഞ്ഞാൽ ദൈവം അതിനെ വ്യാഖ്യാനിക്കുന്നത് എപ്പോഴും അതിനെ നടത്തിക്കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ 7:14 യെശയ്യാ പ്രവാചകന്റെ അധരങ്ങൾ മുഖാന്തരം ദൈവം സംസാരിച്ചു, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. The virgin shall conceive and give birth to a baby. അപ്പൊ കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും എന്നുള്ളത് ദൈവശാസ്ത്രീയമായ ഒരു പ്രോഫസിയാണ്. ഏതാണ്ട് BC 712 പ്രവാചകനായ യെശയ്യാവ് പ്രവചിച്ച ഈ പ്രവചനം പെന്തക്കോസ്തുകാർ എങ്ങനെയായിരിക്കണം അവർ അതിനെ വ്യാഖ്യാനിക്കുന്നത്? അത് യേശുക്രിസ്തു മറിയം ഗർഭം ധരിച്ച് പ്രസവിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ട് മറ്റ് തിരുവെഴുത്തുകളെ അങ്ങനെ അവർ വ്യാഖ്യാനിക്കാൻ മുതിരുന്നില്ല? അപ്പൊ ദൈവത്തിന്റെ വ്യാഖ്യാന രീതി സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ സന്തതി തന്നെ ആയിരിക്കണം. കന്യക ഗർഭം ധരിച്ചു വരും എന്ന് പറഞ്ഞാൽ കന്യക ഗർഭം ധരിച്ച് പ്രസവിക്കണം. അപ്പൊ ദൈവത്തിന്റെ വ്യാഖ്യാന രീതി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അതിനെ മനുഷ്യൻ വന്ന് ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അത് സാങ്കേതികമായ ഒരു കാര്യമാണ്. അതിങ്ങനെയാണ്, അതിന്റെ വ്യാഖ്യാന ശാസ്ത്രം ഇതാണ്, അത് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതല്ല. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുക എന്ന് മാത്രമേ ഉള്ളൂ. കൽപ്പിക്കുക, നിവൃത്തിയാകുക. പ്രൈസ് ദി ലോർഡ്. പ്രവചിക്കുക, നിവൃത്തിയാകുക. യേശുക്രിസ്തു വരുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വരിക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് വേറെ വ്യാഖ്യാന രീതികളൊന്നും ബൈബിൾ മുന്നോട്ട് വെക്കുന്നില്ല.
ബൈബിളിന്റെ വ്യാഖ്യാന രീതി വളരെ സ്പഷ്ടവും വ്യക്തവുമാണ്. ബൈബിൾ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കാലത്ത് ദൈവത്തിന്റെ ഒരു പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഡ്യൂ കോഴ്സ് ഓഫ് ടൈമിൽ അതിനെക്കുറിച്ച് ദൈവത്തിന്റെ പ്ലാനിൽ, ഒറിജിനൽ പ്ലാനിൽ ദൈവം നിശ്ചയിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് ദൈവം അവരെ വിടുവിക്കും, അല്ലെങ്കിൽ ദൈവം അത് നിവർത്തിക്കും. അബ്രഹാമത്തിനോട് ദൈവം ഇസ്രായേൽ മക്കൾ ഒരു ദേശത്ത് പാർത്തു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് ഒരു ദേശം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി തന്റേതല്ലാത്ത ദേശത്ത് 400 വർഷക്കാലം അവരെ അടിമകളായി സേവിക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ? അവരൊരു രാഷ്ട്രമില്ലാതെ, ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ അവർ ആയിത്തീരുന്നതിന് മുമ്പ് തന്നെ, അബ്രഹാമിന് ഒരു സന്തതി പോലും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവം അബ്രഹാത്തോട് പറയുകയാണ്, നിന്റെ സന്തതി തന്റേതല്ലാത്ത ദേശത്ത് 400 സംവത്സരക്കാലം അടിമകളായി പാർക്കും. ഇനി അതിനെ വ്യാഖ്യാനിക്കല്ല വേണ്ടത്. ദൈവം ആ സമയം വന്നപ്പോൾ ഈജിപ്തിൽ ലോകത്തെമ്പാട് ക്ഷാമം ഉണ്ടായപ്പോൾ, ഈജിപ്തിലേക്ക് മുന്നോടിയായി കടന്നു പോകുവാൻ നിയോഗിക്കപ്പെട്ട ജോസഫ് പോയി ഈജിപ്തിൽ സമൃദ്ധി ഉണ്ടായപ്പോൾ, ഇസ്രായേൽ മക്കൾ അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടി പ്രകാരം എല്ലാവർക്കും അവരുടെ താല്പര്യമോ അവരുടെ ആഗ്രഹമോ കൂടാതെ ആഹാരത്തിനായി അവർക്ക് ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നു. ഇത് ദൈവത്തിന്റെ കൽപ്പനയുടെ നിറവേറലായിരുന്നു, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ആയിരുന്നു. അബ്രഹാത്തോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ ആയിരുന്നു യാക്കോബും സന്തതികളും ഈജിപ്തിൽ പോയി പാർക്കുക എന്നുള്ളത്. അപ്പൊ അത് വേറൊരു വ്യാഖ്യാനത്തിന് ആവശ്യമുള്ള കാര്യമല്ല, അത് പാർത്ത് തന്നെയാകണം. അതിനുശേഷം ഞാൻ അവരെ വിടുവിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ദൈവം അവരെ വിടുവിച്ചുകൊണ്ട് വരണം. അതിന് വേറെ വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. അതിനെ വ്യാഖ്യാനിച്ച് നമ്മൾ ഉരുട്ടി പരട്ടി വഷളാക്കി മനുഷ്യരുടെ തലയിൽ അത് വളരെ സങ്കീർണമായ പ്രശ്നമാക്കി തീർക്കേണ്ട ആവശ്യം നമുക്കില്ല. ദൈവം ഒരു കാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവം അത് പറയുമ്പോൾ, തന്റെ പദ്ധതിയുടെ സമയം വരുമ്പോൾ ദൈവം അത് നിവർത്തിക്കുന്ന ദൈവമാണ്. അവൻ ആ ഉൽപ്പത്തി മുതൽ അവൻ ഇന്ന് വരെയും ആ പാറ്റേണെ മാറ്റിയിട്ടില്ല. അതിന്നും അവൻ നിവർത്തിച്ചുകൊണ്ട് വരികയാണെങ്കിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള അപ്പോസ്തലന്മാർ പാപങ്ങളുടെ മോചനത്തിന് സ്നാനപ്പെടുത്തി എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല. അവർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് സ്നാനപ്പെടുത്തിയത്. അതിന്റെ വ്യാഖ്യാന ശാസ്ത്രം നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ പറയുന്നത് അത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണെന്ന്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മലയാള ഭാഷ അറിയാവുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതേപോലെ ലോകത്തിലെമ്പാടുമുള്ള ഭാഷകളിൽ സത്യവചനം വായിച്ചുകൊണ്ടിരിക്കുന്നവര് ദൈവം അവിടെയുള്ള ആളുകളെ എഴുന്നേൽപ്പിച്ചിട്ട് ഈ സത്യം പറയാൻ എഴുന്നേൽപ്പിക്കട്ടെ എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന. വളരെ വ്യക്തവും സ്പഷ്ടവുമായി നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പത്രോസ് മുഖാന്തരം പുതിയ നിയമത്തിലെ ഏറ്റവും ശക്തമായ കൽപ്പന പത്രോസ് സംസാരിക്കുമ്പോൾ, ആ കൽപ്പനയോട് തുടർന്ന് സ്നാനമേൽപ്പിൻ എന്ന് പറഞ്ഞാൽ ഉടനെ സ്നാനമേൽക്കുക ചെയ്തേ. യേശു പറഞ്ഞത്, നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെ ശിഷ്യരാക്കി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവർക്ക് സ്നാനം കൊടുക്കുവിൻ എന്ന് കൽപ്പിച്ചപ്പോൾ അവിടെ സ്നാനം നടന്നില്ല. എന്നാൽ പത്രോസ് കൽപ്പിച്ച ഉടനെ ഇൻസ്റ്റന്റേനിയസ്ലി അവിടെ സ്നാനം നടന്നു. അവിടെ അന്ന് 3000 പേർ സ്നാനമേറ്റു. കർത്താവ് അവരെ സഭയോട് ചേർത്തു എന്നാ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് കൽപ്പിച്ചത് അവരെ, ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയും പഠിപ്പിച്ച് കൽപ്പിച്ച് അവരെ ശിഷ്യരാക്കിക്കൊള്ളാൻ പറഞ്ഞു. ശിഷ്യരാക്കിയതിനു ശേഷം അവർക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കർത്താവ് കൽപ്പിച്ചുവെങ്കിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയുമായ ഒരു നാമം ഉണ്ട് എന്ന് ബൈബിൾ സ്പഷ്ടമായി പറയുന്നു. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിന്റെ ദാസന്മാർ, ഞാനടക്കമുള്ളവർ നിരവധി പ്രസംഗങ്ങൾ ഇതിനോടകം യൂട്യൂബിൽ അത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ യേശു കൽപ്പിക്കുകയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ. അപ്പോസ്തലന്മാര് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിന്റെ കൽപ്പന ലംഘിക്കുകയല്ല ചെയ്തത്, മറിച്ച് തുടർന്ന് യേശു അവരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ നഗരത്തിൽ പാർക്കണം, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, അവൻ എന്നോട് കേട്ട് സംസാരിക്കും എന്ന് പറഞ്ഞ് അവർ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ അവർ ഈ കൽപ്പന, വളരെ ശക്തിയേറിയ ഒരു പ്രസംഗം, ബൈബിൾ പഴയ നിയമത്തിൽ കാര്യമായ പാണ്ഡിത്യമില്ലാത്ത,
യേശുവിനോട് നടന്നപ്പോൾ കേട്ടിട്ടുള്ള ഏതാനും ഉദ്ധരണികളും ഉപമകളും മാത്രം അറിയുന്ന മുക്കുവനായ, വിദ്യാഭ്യാസമില്ലാത്ത, സമൂഹത്തിൽ നിലവാരമില്ലാത്ത, താഴ്ന്ന നിലയിലുള്ള ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് ആധികാരികമായി അബ്രഹാം തുടങ്ങി യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം വരെയും ശക്തമായ ഭാഷയിൽ അവിടെ സംസാരിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കൂടിയിരുന്നവരുടെ മേൽ ആത്മാവിന്റെ വ്യാപനം ഉണ്ടായപ്പോൾ അവർ ഹൃദയം നുറുങ്ങി, ഹൃദയം തകർന്ന് പത്രോസിനോട് ശേഷം അപ്പൊസ്തലന്മാരോട് ചോദിക്കുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെടണം. നിങ്ങൾ ഓരോരുത്തരും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അപ്പോൾ യേശു ക്രിസ്തു തൊട്ട് മുമ്പേ, അവന്റെ പുനരുദ്ധാനത്തിന് മുമ്പേ, അവൻ ഒലിവ് മലയിൽ നിന്നുകൊണ്ട്, അവന്റെ സ്വർഗാരോഹണത്തിന് മുമ്പേ അവൻ ഒലിവ് മലയിൽ നിന്നുകൊണ്ട് അവരെ ബഥാനിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരെല്ലാവരും കാണുക സ്വർഗത്തിലേക്ക് പോകും മുമ്പ് അവൻ അവരോട് പറഞ്ഞ കൽപ്പനയുണ്ട്, അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുസലേമിൽ തുടങ്ങി സകല ജാതികളുടെ ഇടയിലും പ്രസംഗിക്ക വേണം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അപ്പൊസ്തലന്മാരും പ്രവാചകന്മാരുടെയും കാലങ്ങളിൽ പ്രവാചക കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരിലൂടെയും പിന്നീട് അപ്പൊസ്തലന്മാരുടെ ഉപദേശത്തിലൂടെയും ദൈവം നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമായിരിക്കുന്ന വേദപുസ്തക സത്യങ്ങളെ നിരാകരിച്ചിട്ട് അതിലെ പച്ചയായ സത്യങ്ങൾക്ക് മൂടുപടം കൊണ്ട് മൂടിയിട്ട് തങ്ങളുടെ തന്നെ വ്യാഖ്യാന ശാസ്ത്രം അതിനു മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഇരുട്ടിൽ നിർത്തി വഞ്ചിക്കുന്ന കപടവേലക്കാർ ഇടത്തും വലത്തും ലോകത്തിലെമ്പാടും നിറഞ്ഞിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നിർമ്മലമായ സുവിശേഷം ഇന്ന് പ്രസംഗിക്കപ്പെടുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ മടങ്ങി വരവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെന്തക്കോസ്ത് സഭയുടെ ഇനിയൊരു പെന്തക്കോസ്ത് സഭയുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയല്ല, ഇനിയൊരു എപ്പിസ്കോപ്പൽ സഭയുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയല്ല. ഫസ്റ്റ് സെഞ്ചുറി, 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ പുനരാവിഷ്കാരത്തിന്റെ നാരത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. കർത്താവിന്റെ വരവ് സമാഗതമായിരിക്കുന്ന ഈ നാളുകളിൽ എവിടെയെങ്കിലുമൊക്കെ ഈ യഥാർത്ഥമായ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഉപദേശവും കൂട്ടായ്മയും സ്നേഹവും എല്ലാം തിരികെ വരേണ്ടതുണ്ട്. കാരണം കർത്താവിന്റെ വരവിന് അത് സംഭവിക്കണം. അത് ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ വരവിൽ ഉണ്ടായിരിക്കണം. കാരണം വചനം പറയുന്നത് തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കാൻ അവൻ രണ്ടാമതും പ്രത്യക്ഷമാകുന്നതാണ്. അപ്പൊ ഒന്നാമത് ഉള്ളവരെ അവരുടെ മരിച്ച ദേഹത്തെ ഉയർപ്പിക്കാൻ അവൻ വരുമ്പോൾ വചനം പറയുന്നു, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. അപ്പൊ അതേ വിശ്വാസം മുറുകെ പിടിക്കുന്ന, അതേ പ്രത്യാശയുള്ള, അതേ സ്നാനമേറ്റ, അതേ ഏകദൈവ വിശ്വാസികൾ ഇന്നുണ്ടായിരിക്കുമെന്നുള്ളത് വളരെ ഇംപ്ലൈഡ് ആണ്, അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു സത്യമാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ കർത്താവ് വരുമ്പോൾ ഇവിടെ ക്രിസ്ത്യാനിറ്റിയുടെ യഥാർത്ഥമായ പുനഃസ്ഥാപനം, റിസ്റ്റോറേഷൻ ഉണ്ടായിരിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഈ JCNDSD പ്ലാറ്റ്ഫോമുകളിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ശക്തിയുക്തം ഈ കാര്യം വിളിച്ചു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ ആ വചനത്തിലേക്ക് പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് വ്യക്തവും സ്പഷ്ടമായി ഞങ്ങളുടെ JCNDSD യൂട്യൂബിലേക്ക് പോയി കഴിഞ്ഞാൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും അങ്ങനെ തമിഴിലും ഒക്കെ വിവിധമായ പ്രസംഗങ്ങൾ ഈ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചും സത്യമായ സ്നാനത്തെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും യഥാർത്ഥമായ ദൈവത്തിന്റെ സഭയെക്കുറിച്ചുമുള്ള ധാരാളം വീഡിയോകൾ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഞാൻ എന്റെ വിഷയത്തിന് ആധാരമായി ഞാൻ തിരഞ്ഞെടുത്തത് ദൈവവചനവും വ്യാഖ്യാന ശാസ്ത്രവും ആയതുകൊണ്ട് ഞാൻ ആ വിഷയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ന് എന്റെ പ്രസംഗം അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായി, അപ്പോസ്തല പ്രവൃത്തിയെ കേവലം ലൂക്കോസിന്റെ റിപ്പോർട്ടിംഗ് എന്ന് മാത്രം തുച്ഛീകരിച്ചുകൊണ്ട്, നിസാരവൽക്കരിച്ചുകൊണ്ട് ആ കർത്താവിന്റെ ദാസൻ സംസാരിക്കുകയുണ്ടായി. അപ്പോ അപ്പോസ്തല പ്രവൃത്തി കേവലം റിപ്പോർട്ടിംഗ് ആണെങ്കിൽ നിങ്ങളുടെ സഭകൾ 7 വിധ ഉപദേശങ്ങളുടെ അടിസ്ഥാനം ഏത് പുസ്തകത്തിൽ നിന്ന് എടുത്തു എന്നൊരു ചോദ്യം എനിക്ക് നിങ്ങളോടുണ്ട്. നിങ്ങൾ സഭ നടത്തുന്നതിന്റെയും ആരാധന നടത്തുന്നതിന്റെയും സ്നാനം നടത്തുന്നതിന്റെയും അപ്പം മുറിക്കുന്നതിന്റെയും കൂട്ടായ്മ ചെയ്യുന്നതിന്റെയും പ്രാർത്ഥിക്കുന്നതിന്റെയുമായ നിങ്ങളുടെ അടിസ്ഥാനങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ റിപ്പോർട്ടിംഗ് പുസ്തകത്തിലാണെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്നത് ഇരട്ടത്താപ്പല്ലേ? ഇവിടെ ശരിയും അവിടെ തെറ്റും, അവിടെ ശരിയും ഇവിടെ തെറ്റും. അതെങ്ങനെയാകാൻ കഴിയും? അപ്പോ നിങ്ങൾക്ക് തരം പോലെ വ്യാഖ്യാനിക്കാൻ, നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനത്തെ കൈ കഴുകി കളയുവാൻ കഴിയുമോ? അതിനാരാണ് നിങ്ങൾക്ക് അവകാശവും അധികാരവും തന്നത് എന്ന് ഞാൻ വളരെ താഴ്മയോടെ നിങ്ങളോട് ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തതായി, ഇത് കേവലം റിപ്പോർട്ടിംഗ് അല്ല. അപ്പോസ്തല പ്രവൃത്തി അപ്പോസ്തലന്മാരുടെ കൈയാൽ നടന്ന പ്രവൃത്തിയാണ്.
അവരുടെ ഇടയിൽ ദൈവം പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞ ശുശ്രൂഷയാണ്. യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവും സാക്ഷ്യവുമായി യേശുക്രിസ്തു പ്രത്യക്ഷമായി വെളിപ്പെട്ട, നേരിട്ട് പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ നേർക്കാഴ്ചയാണ്. അതിന്റെ ആലേഖനമാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി. അത് കേവലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനം വരെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർക്ക് പറ്റിയ പെസകെന്ന് വ്യാഖ്യാനിക്കുന്ന നിങ്ങൾ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി സംസാരിച്ചുകൊണ്ട് നിങ്ങൾ വലിയ പാപമാണ് ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി ചെയ്യുന്നതെന്ന് ഞാൻ ഈ സമയം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്തതായി യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ് പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായിട്ടുള്ള കാര്യം. അപ്പോസ്തലന്മാർ പറയുന്ന കാര്യത്തിന് അവർ പ്രാധാന്യം കൊടുക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ കൽപ്പന അന്ത്യകൽപ്പനയാണ്, രാജകീയ കൽപ്പനയാണ്, അതാണ് നമ്മൾ അനുസരിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആ പറയപ്പെട്ടിരിക്കുന്ന കാര്യം, ഈ അന്ത്യകൽപ്പന എഴുതിയിരിക്കുന്ന മത്തായി അടക്കമുള്ളവർ ഒരുമിച്ച് നിന്ന് സ്നാനപ്പെടുത്തിയ ആ ആദ്യത്തെ 3000 പേരുടെ സ്നാനം ഇപ്രകാരം നടത്തപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ യേശുക്രിസ്തുവിന്റെ കൽപ്പന ശരിയും അപ്പോസ്തലന്മാരുടെ നടപടി തെറ്റുമാകും? അപ്പോസ്തലന്മാർ എഴുതിയതായി നിങ്ങളുടെ കൈവശം എഴുതിയിരിക്കുന്ന ഈ 66 പുസ്തകങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് അധികാരത്തോടെ അവകാശത്തോടെ കൈകളിൽ എടുത്തു പിടിച്ചുകൊണ്ട് ഇത് മുഴുവൻ ദൈവശാസ്ത്രമാണെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയും? നിങ്ങൾ ഈ ഇരട്ടത്താപ്പിന് നിങ്ങളുടെ ജനങ്ങളോട് ഉത്തരം പറയേണ്ടതിനാണ് ഞങ്ങൾ ഇന്ന് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളെ കേൾക്കുന്നവർ ആരെങ്കിലുമൊക്കെ ഈ ചോദ്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഞാൻ പറയട്ടെ, വരുന്ന നാളുകൾ നിങ്ങളുടെ സഭകളിൽ നിങ്ങളുടെ നേരെ ചോദ്യങ്ങൾ ഉയരും. ഇങ്ങനെ പ്രസംഗം കേട്ടു, അതിനകത്ത് വസ്തുതയുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വ്യാഖ്യാനിച്ചു തരുവാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് നിങ്ങളുടെ മുഖത്ത് വിരൽ ചൂണ്ടി ചോദിക്കുന്ന നാളുകൾ വിദൂരത്തല്ല എന്ന് ഞാൻ കർത്താവിന്റെ ദാസന്മാരെന്ന് അഭിമാനിക്കുന്ന പെന്തക്കോസ്ത് ഉപദേശകന്മാരോട് ഞാൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിൽ എന്ത് കൽപ്പിച്ചോ അത് അങ്ങനെ തന്നെ പ്രവർത്തിച്ചവരാണ്. യേശുക്രിസ്തു അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അവരതിൽ നിന്ന് ഒന്ന് കൂട്ടുകയോ ഒന്ന് കുറയ്ക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് അവരുടെ ശുശ്രൂഷകളിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ അതുമായി ബന്ധപ്പെട്ട തിരുവെഴുത്തുകൾ എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ പർപ്പസ് ദൈവവചനവും വ്യാഖ്യാന ശാസ്ത്രവും എന്നുള്ള പെന്തക്കോസ്തൽ ഉപദേശിമാരുടെ കാപട്യം തുറന്നു കാണിക്കുക എന്നുള്ളത് ആയതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആ വിഷയത്തിൽ തന്നെ തുടരുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി പെന്തക്കോസ്ത് വിശ്വാസികൾ അവകാശപ്പെടുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനത്തിന് അവർ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദം സഭയും പിതാക്കന്മാരും ഇത് ചെയ്തിട്ടുള്ളതാണെന്നാണ്. അല്ലെങ്കിൽ പിതാക്കന്മാരും സഭയും ഈ കാര്യം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള അവരുടെ പിതാക്കന്മാരുടെ പേരുകൾ, കുറച്ചുപേരുടെ പേരുകൾ ഞാൻ വായിക്കാം. അതിൽ തെർത്തുല്യനുണ്ട്, സിപ്രിയാനുണ്ട്, ഓറിഗനുണ്ട്, ക്ലെമന്റ് ഓഫ് റോം ഉണ്ട്, അത്തനേഷ്യസ് ഉണ്ട്, പോപ്പ് ഗ്രിഗറി ഉണ്ട്, ജെറോം ഉണ്ട്, പോളികാർപ്പ് ഉണ്ട്, ഔസേബിയോസ് ഉണ്ട്, ജസ്റ്റിൻ ഉണ്ട്, ആംബ്രോസ് ഉണ്ട്, സെന്റ് അഗസ്റ്റിൻ ഉണ്ട്, ഹേമാസ് ഉണ്ട്, ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് ഉണ്ട്, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഉണ്ട്. ഇവരൊക്കെയാണ് പെന്തക്കോസ്തുകാരുടെയും കത്തോലിക്കരുടെയും പിതാക്കന്മാർ. ആമേൻ. ഒരു വീഡിയോ നമ്മൾ കത്തോലിക്കർക്കെതിരെ, കത്തോലിക്ക പുരോഹിതൻ ബൈബിളിന്റെ അവകാശം കത്തോലിക്കർക്ക് മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അപ്പോ എന്റെ ചോദ്യം, അന്ന് വീഡിയോയിൽ പ്രസംഗിക്കാൻ ഞങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ കടന്നു വന്ന കർത്താവിന്റെ ദാസന്മാരെന്ന് അവകാശപ്പെടുന്ന ലൈജുവിനോടും അതുപോലെ സുഭാഷിനോടും അവരുടെ അതേ ഉപദേശം പ്രസംഗിക്കുന്ന എൻറ്റയർ പെന്തിക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയോടും എനിക്ക് ചോദിക്കുവാനുള്ളത്, നിങ്ങൾക്കും കത്തോലിക്കർക്കും തമ്മിലുള്ള വ്യത്യാസം, അകലം കുറഞ്ഞു വന്നിരിക്കുന്നു. നിങ്ങൾ അവരുടെ അടുക്കിലേക്ക് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ലോഹയും വിഗ്രഹങ്ങളും മാറ്റി നിർത്തിയാൽ, തളിക്ക സ്നാനവും മാറ്റി നിർത്തിയാൽ നിങ്ങൾക്ക് എന്താണ് അവരുമായിട്ട് വ്യത്യാസമുള്ളത്? നിങ്ങൾ മെല്ലെ മെല്ലെ ആ കൂടാരത്തിന്റെ കീഴിലേക്ക് വന്ന് കയറിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം ഞാൻ പറയട്ടെ, സുവിശേഷ നിമിത്തം ഒരു ഉപദ്രവം നേരിടേണ്ടി വരുമ്പോൾ നിങ്ങളെല്ലാം ആ കുടക്കീഴിൽ അണിതേരും എന്നുള്ളതിന്റെ ഒരു നേർസാക്ഷ്യമാണ് ഇന്ന് അവർ പിതാക്കന്മാരായി മുന്നോട്ട് കൊണ്ടുവരുന്ന അവരുടെ പിതാക്കന്മാരായ ഞാൻ ഈ വായിച്ച ഇത്രയും ആളുകൾ സ്ഥാപിച്ചുണ്ടാക്കിയ തൃത്വ ഉപദേശവും
അവർ ഉണ്ടാക്കിയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നുള്ള ടൈറ്റിൽ സ്നാനവും നിങ്ങൾ ഏറ്റെടുക്കുക വഴി, നിങ്ങൾ അവരെ പിതാക്കന്മാരെ അവരോധിച്ചത് വഴി നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ പാരമ്പര്യവും AD 325 അല്ലെ AD 200 വരെ മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയുടെ പാരമ്പര്യം ഇന്നേക്ക് 2000 ചില്ലുവാനും വർഷങ്ങൾ കഴിഞ്ഞ പാരമ്പര്യമാണ്. അത് ജെറുസലേമിൽ മർക്കോസിന്റെ മാളിക മുറയിൽ പത്രോസിന്റെ പ്രസംഗത്തോടുകൂടി ശേഷം 11 അപ്പോസ്തലന്മാരോടൊപ്പം കർത്താവായ യേശുക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളെ അകമ്പടിയോടുകൂടി ജെറുസലേമിൽ സ്ഥാപിച്ച ആ സഭ, ആ വിശ്വാസ പ്രമാണം, ആ യഥാർത്ഥമായ സ്നാനം, ആ ഏകദൈവ വിശ്വാസത്തിന് 2000 വർഷത്തിനടുത്ത പാരമ്പര്യം എന്നുണ്ട്. നിങ്ങളുടെ പാരമ്പര്യവും പിതാക്കന്മാരും ഈ പറയുന്ന തർത്തുല്യനും അത്തനേഷ്യസും ജസ്റ്റിനും അതുപോലെ ഹേമാസും ഇഗ്നേഷ്യസും പോളികാർപ്പുമാണെങ്കിൽ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പാരമ്പര്യം, ഞങ്ങളുടെ പിതാക്കന്മാർ അപ്പോസ്തലന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു. ഈ ബൈബിൾ എഴുതിയ അപ്പോസ്തലന്മാരാണ് ഞങ്ങളുടെ പിതാക്കന്മാർ. അവർ പഠിപ്പിച്ചതാണ് ഞങ്ങളുടെ ഉപദേശം. ആ ഉപദേശത്തിന് എതിരായി ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെയോ വന്ന് അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തിയോടുകൂടി ഈ കാര്യം സംസാരിച്ചിട്ടുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പുതിയതായിട്ടുള്ള ആരെങ്കിലും വിശ്വാസികളുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ആ വേദഭാഗം വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിനായി ഗലാത്യരുടെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 7 മുതൽ വായിക്കാം. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശ്രദ്ധിക്കുക, വേറൊരു സുവിശേഷം. ആരാണ് പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ്. പ്രൈസ് ദി ലോർഡ്. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷയുടെ സുവിശേഷത്തെ മറിച്ചു കളഞ്ഞ് അതിനെ വികലമാക്കുന്നവരത്രേ. ആമേൻ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങൾ ആകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. നോക്കുക, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി. അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുത്തിയ വ്യക്തിയാണ്. ആ സ്നാനം ഏറ്റെടുത്ത വ്യക്തിയാണ്. യേശുക്രിസ്തുവിനെ ഏക സത്യദൈവമെന്നും മഹാദൈവമെന്നും അരളിയ വീരനായ ദൈവമെന്നും പ്രഖ്യാപിച്ച അപ്പോസ്തലനാണ്. ആ അപ്പോസ്തലൻ പറയാണ്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷം എതിരായിട്ടൊരു സുവിശേഷം ഞങ്ങൾ തന്നെ വന്ന് ഇനി പറഞ്ഞാൽ ഞങ്ങളും ശപിക്കപ്പെട്ടവരാണ്. കാരണം ക്രിസ്ത്യാനി വാക്ക് ബൈബിളിൽ പറയപ്പെട്ടിരിക്കുന്നത് ഉവെങ്കിൽ ഉവെന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നുമായിരിക്കണം. ഒരിക്കൽ ഉവെന്നും പിന്നെ ഇല്ല എന്നുമല്ല. അതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ വാക്കിന് വ്യത്യാസമില്ല. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് ഞാൻ തന്നെയോ വന്നിട്ട് അന്ന് പറഞ്ഞത് ശരിയല്ല കേട്ടോ, ഇന്ന് ഞങ്ങൾ മാറ്റി പറയുന്നു. ഞങ്ങൾ ശാസ്ത്രീയമായി പഠിച്ചപ്പോൾ അന്ന് പറഞ്ഞത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇത് ഫോളോ ചെയ്താൽ മതിയെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളും ഒരുപോലെ ശപിക്കപ്പെട്ടവരെന്ന് അപ്പോസ്തലനായ പൗലോസ് ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ, ഗലാത്യർ 1:8 മുതൽ നിങ്ങൾ വായിച്ചു നോക്കണം. താവട്ട് ഞാൻ വായിക്കുകയാണ്. ഹല്ലേലൂയ. അത് വരുന്നത് ഒരു ദൂതൻ തന്നെ വന്നാലും, സ്വർഗത്തിൽ നിന്ന് തന്നെ ഒരു ദൂതൻ വന്ന് ഇതിനെ ഓൾട്ടർ ചെയ്യാൻ ശ്രമിച്ചാലും അവനും ശപിക്കപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. എന്നെ കേൾക്കുന്നവരായ നിങ്ങളോട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആദിമ സഭ തുടങ്ങി വെച്ച സ്നാനം 3000 പേർ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഒരുമിച്ച് സ്നാനമേറ്റപ്പോൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്നാനമേറ്റവരുടെ സംഖ്യ 5000 കവിഞ്ഞു. പിന്നീട് അത് തൊട്ടടുത്ത നഗരമായ തൊട്ടടുത്ത ജാതിയായ സമരിയയിലേക്കും പിന്നീട് ജാതിയരുടെ രാജ്യങ്ങളിലേക്കും ഈ ഭൂതലത്തിലെമ്പാടും വ്യാപിച്ച് അനേക ആയിരങ്ങൾ സ്നാനമേറ്റ് ദൈവസഭയോട് ചേർന്നിട്ട് ആ സത്യത്തെ മറച്ചു കളഞ്ഞുകൊണ്ട് നിങ്ങൾ പിതാക്കന്മാരെന്ന് വാഴിക്കുന്ന ഈ AD 2-ാം നൂറ്റാണ്ടിലെയും 3-ാം നൂറ്റാണ്ടിലെയും അന്നുണ്ടായ മതപരിഷ്കർത്താക്കളുടെ വാക്കുകളെ കേട്ട് അവരെ നിങ്ങളുടെ പിതാക്കന്മാരായി തോളിൽ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ സത്യ ദൈവത്തിനും അവന്റെ അപ്പോസ്തലന്മാർക്കും വിരോധമായി പാപം ചെയ്യുന്നു. നിങ്ങളുടെ കാൽ കീഴിൽ
ചവിട്ടി അരച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് വിരോധമായി ചെയ്യുന്ന ഈ പാപത്തിന് നിങ്ങൾക്ക് മോചനമില്ല. നിങ്ങൾ മനം തിരിയണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇന്ന് രാത്രി നിങ്ങളോട് പറയുവാനുള്ളത്. അതുകൊണ്ട് യേശു ക്രിസ്തുവും അപ്പൊസ്തലന്മാരും കാട്ടിത്തന്ന മാതൃകയാണ് ദൈവസഭയുടെ മാതൃക. അപ്പൊസ്തലന്മാർ തെറ്റാണ് ചെയ്തതെങ്കിൽ എന്തിനായിരിക്കണം യേശു ക്രിസ്തു തന്റെ സഭയോട് ഈ തെറ്റ് ചെയ്ത് ഈ തെറ്റായ സ്നാനം നടത്തിയവരെ തന്റെ സഭയോട് ചേർത്തിരുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്? അപ്പോ അപ്പൊസ്തലന്മാർ, ഇനി അത് നിങ്ങൾ പറയുമായിരിക്കും റിപ്പോർട്ടിംഗ് ആണ്, അത് കർത്താവ് തന്റെ സഭയോട് ചേർത്തിരുന്നു, റിപ്പോർട്ടിംഗ് ആണ് നിങ്ങൾ പറയാം. പക്ഷെ ഞങ്ങൾക്കത് പറയാൻ കഴിയില്ല. ഞങ്ങൾ അത്രയും, ഞങ്ങളെ ചങ്ക് കടയ്ക്കും അത്രയും വലിയ കള്ളം പറയാൻ. എന്നാൽ അത് റിപ്പോർട്ടിംഗ് ആണെങ്കിൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യം റിപ്പോർട്ടിംഗ് അല്ലല്ലോ, അത് മർക്കോസ് നേരിട്ട് യേശുക്രിസ്തുവിന്റെ വാമൊഴി എഴുതിയതാണ്. അവിടെ അങ്ങനെയാണ്, കർത്താവ് അവരോട് കൂടെ ഇരുന്ന് ആ ഒരാൾ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോകുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുമ്പോൾ അത് റിപ്പോർട്ടിംഗ് അല്ല എന്ന് നിങ്ങൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇതിൽ റിപ്പോർട്ടിംഗ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മോശ ഉൽപ്പത്തി പുസ്തകം മോശയ്ക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്ത റിപ്പോർട്ടിംഗ് ആണ്. ആമേൻ. വെളിപ്പാട് പുസ്തകം വരാനിരിക്കുന്ന കാര്യങ്ങളുടെ റിപ്പോർട്ടിംഗ് ആണ്. എന്നാൽ അതെല്ലാം ദൈവശാസ്ത്രീയമായി ഹാലലിയ ഉൽപ്പത്തി മുതൽ വെളിപ്പാടിന്റെ അവസാനത്തെ അധ്യായം വരെയും നീണ്ടുകിടക്കുന്ന വചനങ്ങളാൽ കോർത്തു കെട്ടിക്കൊണ്ട് ഒന്നൊന്നിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടും ദൈവം സംസാരിച്ചു തുടങ്ങിയതിനെ കാലാകാലങ്ങളിൽ ദൈവം നിവർത്തിച്ചുകൊണ്ടും ദൈവത്തിന്റെ വചനത്തിന് വ്യാഖ്യാന രീതി ദൈവം നടത്തിക്കൊണ്ട് നിർവഹിച്ചുകൊണ്ട് അതിനെ നടത്തിച്ചുകൊണ്ട് ദൈവനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അതിനെ സാധിപ്പിച്ചുകൊണ്ടാണ്. കന്യെ ഗർഭം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കന്യെ ഗർഭം ധരിക്കും എന്ന് പറഞ്ഞാൽ കന്യെ ഗർഭം ധരിച്ചിട്ടാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അല്ലാതെ അതിന് വേറെ രീതി ഇന്റർപ്രിട്ടേഷൻ ഇല്ല. സ്നാനം യേശുക്രിസ്തു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് എന്ന് പറഞ്ഞാൽ ആ നാമത്തിലായിരിക്കണം സ്നാനം നടത്തേണ്ടത്. അത് വെളിപ്പെടുത്തുകയും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് കർത്താവിന്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് കർത്താവ് പരിശുദ്ധാത്മാവ് വന്ന ദിവസം അതിനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതിനെ വ്യാഖ്യാനിച്ചത് അവരെ വെള്ളത്തിൽ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ സത്യം ഇങ്ങനെ വളരെ തെളിവായിരിക്കെ, നഗ്നമായിരിക്കെ ആ സത്യത്തിന് നേരെ നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് കൊണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇരുട്ട് നിങ്ങൾക്ക് മാത്രമാണ്. സത്യത്തെ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങളെ കണ്ണടയ്ക്കുന്നതുകൊണ്ട് സത്യം മൂടി വയ്ക്കാൻ കഴിയില്ല. നമ്മളിങ്ങനെ പറയാറുണ്ട്, കണ്ണടച്ച് പൂച്ച പാല് കുടിക്കുന്നു. ആമേൻ. കാരണം പൂച്ചയുടെ വിചാരം എന്താ? ഞാൻ പാല് കുടിക്കുന്നത് ആരും കാണുന്നില്ലെന്ന്. പെന്തക്കോസ്തുകാരൻ, നിങ്ങൾക്ക് എത്ര നാൾ കണ്ണടച്ച് പാല് കുടിക്കാൻ കഴിയും? എത്ര നാൾ നിങ്ങൾക്ക് ജനങ്ങളെ വഞ്ചിക്കാൻ കഴിയും? ഒരു കാര്യം ഞാൻ വളരെ സ്പഷ്ടമായി പറയട്ടെ, സത്യം കാണുവാനും സത്യത്തിന്റെ ഭാഗമാകുവാനും ആർക്കെങ്കിലും ദൈവത്തിന്റെ വരമുണ്ടെങ്കിൽ, ആരെയെങ്കിലും ദൈവം കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അവരെ തടഞ്ഞു വെക്കാൻ നിങ്ങളുടെ കപട തന്ത്രങ്ങൾക്ക് കഴിയുകയില്ല. പണത്തിനും നിങ്ങളുടെ സ്ഥാനമാനങ്ങൾക്കും പദവികൾ ഉറപ്പിക്കാൻ, നിങ്ങളുടെ ദശാംശം വർദ്ധിപ്പിക്കുവാൻ, ജനത്തെ കബളിപ്പിക്കുന്ന ഇതിന് നിങ്ങൾ ഉത്തരം പറയേണ്ട നാളുകളുണ്ട്. ഭയന്ന് വിറച്ചു നിൽക്കേണ്ടുന്ന വെള്ള സിംഹാസന വിധി നിങ്ങൾ ഓർക്കണം എന്നുള്ള കാര്യം ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഹല്ലേലൂയ, ഞാൻ ദീർഘമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ പർപ്പസ് ദൈവവചനത്തിന്റെ വ്യാഖ്യാനം നിങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാനമല്ല. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യാഖ്യാനം ദൈവവചനം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. എവിടെയെങ്കിലും ഒരു വചനം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനത്തെ ദൈവം തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കാരണം ദൈവം പറഞ്ഞു, യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 34-ാം അധ്യായം 16-ാം വാക്യത്തിൽ, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിപ്പിൻ, അവയിൽ ഒന്നിനും എണ്ണ കാണാതിരിക്കത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വായാണ് അത് കൽപ്പിച്ചത്, അവന്റെ ആത്മാവാണ് അതിനെ കൂട്ടിവരുത്തിയത്. അത് ദൈവത്തിന്റെ ആത്മാവിനെ പ്രേരിതമായി സംസാരിക്കപ്പെട്ടതാണ്. അത് എവിടെയെങ്കിലും ഒരു പ്രവാചകനോട് ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അനവധി പ്രവാചകന്മാരോട് ദൈവം ആവർത്തിച്ചിട്ടുണ്ട്, അതിനെ നിവർത്തിച്ചിട്ടുണ്ട്. അത് ഇന്നും ചരിത്ര സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ഹല്ലേലൂയ, ബൈബിൾ പ്രവചനങ്ങളിലെ 60-70% ഇന്നോളം നിറവേറ്റപ്പെട്ടിട്ടുണ്ട്. ശേഷമുള്ള പ്രവചനങ്ങൾ നിറവേറപ്പെടുന്നതിന്റെ വാതിൽക്കൽ നമ്മൾ നിൽക്കുമ്പോൾ കർത്താവിന്റെ വരവും തുറന്നുള്ള മഹോദ്രവ കാലഘട്ടങ്ങളും 1000 ആണ്ട് വാഴ്ചയും നിത്യതയും നിത്യദണ്ഡനവും ഒക്കെയും നമ്മുടെ മുമ്പിൽ സംഭവിക്കാൻ ശേഷിച്ചിരിക്കുന്ന ഏതാനും ഒരു 30% കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരായ മനുഷ്യരോട്, ക്രിസ്ത്യാനികളോട്, പെന്തക്കോസ്തുകാരോട്, കത്തോലിക്കരോട് ഞാൻ പറയുകയാണ്, ഹല്ലേലൂയ, നമ്മളിങ്ങനെ ജീവിച്ച് ഇവിടെയൊക്കെ മൃഗങ്ങളെ പോലെ ജീവിച്ച് കഴിയുവാൻ വേണ്ടിയുള്ളവരല്ല. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്ന യേശു പറഞ്ഞു. അതുകൊണ്ട് ഇത് സത്യം വിളിച്ചു പറയാനുള്ള വേദിയും സത്യം വിളിച്ചു പറയാനുള്ള പ്ലാറ്റ്ഫോമും ആയതുകൊണ്ട് ഞങ്ങൾ ധൈര്യത്തോടെ ഈ സത്യം ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്.
അതുകൊണ്ട് നിങ്ങൾ മനം തിരിയണം, മാനസാന്തരപ്പെടണം. നിങ്ങളുടെ പാപങ്ങളെ യേശുക്രിസ്തുവിനോട് അറിയിച്ച് അവനോട് ഏറ്റു പറഞ്ഞ് നിങ്ങളെ പാപങ്ങളെ കഴുകുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് എന്റെ പാപങ്ങളെ കഴുകി കളഞ്ഞ് ജീവന്റെ പുതുക്കത്തിൽ നടന്ന് കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട നേരമായതുകൊണ്ട് നിങ്ങൾ വ്യാഖ്യാന ശാസ്ത്രം തുടങ്ങിയുള്ള കാപട്യവും വഞ്ചനയും അവസാനിപ്പിച്ചിട്ട് സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരുവാൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ ഒരു വേദിയിൽ എനിക്ക് സംസാരിക്കുവാൻ അവസരം ഒരുക്കി തന്ന ഹല്ലേലൂയ എന്റെ ദൈവത്തിന് ഞാൻ എന്റെ സ്തോത്രവും സ്തുതിയും ആരാധനയും കോടി സമർപ്പിക്കുന്നു. ഒപ്പം ഈ JC-NDSD സൂം നിയന്ത്രിക്കുകയും നയിക്കുന്ന കർത്താവിന്റെ സഹോദരന്മാർക്ക്, JC-NDSD പ്ലാറ്റ്ഫോമിൽ ഉള്ള കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർക്ക്, അഡ്മിന്മാർക്ക് എല്ലാവർക്കും എന്റെ വന്ദനവും എന്നെ കേട്ടവരായ നിങ്ങളോട് എന്റെ ഒരു അപേക്ഷയും നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ വചനം പഠിക്കണം. നിങ്ങളെ വഞ്ചിക്കുന്ന ഉപദേശിമാർ തരുന്ന വ്യാഖ്യാനം കൊണ്ട് നിങ്ങൾ തൃപ്തരാകരുത്. നിങ്ങൾ വചനം വായിച്ചു പഠിക്കണം. അതിനേണ വാക്യങ്ങളെ കണ്ടുപിടിക്കണം. ആ സത്യത്തിന് വേണ്ടി നിങ്ങൾ ദാഹിക്കുമെങ്കിൽ സത്യം നിങ്ങൾക്ക് തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാകും. അതുകൊണ്ട് സത്യത്തിന് വേണ്ടി നിങ്ങൾ ദാഹിക്കണം. നിങ്ങൾ ആ സത്യത്തിന് വേണ്ടി കൊതിക്കണം. സത്യത്തെ മുറുകെ പിടിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ മാനുഷിക ബന്ധങ്ങളെയും വേണ്ടെന്ന് വെക്കുവാനുള്ള ആത്മശക്തി, വിവേകം ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. പ്രൈസ് ദി ലോർഡ്.